Good morning, dear students. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് പദാർത്ഥ വിജ്ഞാനം എന്നുള്ളത്. We were discussed the what is പദാർത്ഥ വിജ്ഞാന and introduction of പദാർത്ഥ വിജ്ഞാന as well as the concept of പദാർത്ഥ വിജ്ഞാന. So, നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ലോകത്തിലെ കൺസീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെർസീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പദാർത്ഥം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വിജ്ഞാനം, അതിൻ്റെ നോളജാണ് പദാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത്. സോ ഈ യൂണിവേഴ്സിൽ നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മളെ സെൻസ് ഓർഗൻസ് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന സാധനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് പദാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം നത്തിങ് ബട്ട് വി ആർ സ്റ്റഡിങ് ഓൾ ദ യൂണിവേഴ്സ്. സോ യൂണിവേഴ്സിനെ പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണ്? നമ്മൾ മെഡിക്കൽ പ്രൊഫഷനിൽ വന്നു, നമ്മൾ മെഡിസിൻ പഠിക്കേണ്ട നമ്മൾ എന്തിനു പിന്നെ യൂണിവേഴ്സ് പഠിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി പ്രകാരം, ഇന്ത്യൻ ഫിലോസഫി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലിന്റെ ഭാഗമാണ്, നമ്മൾ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. യൂണിവേഴ്സ് ഒരു വലിയ രീതിയിൽ പരന്നു കിടക്കുന്നു. ദാറ്റ് ഈസ് യൂണിവേഴ്സ് ഹാസ് ഓർ യൂണിവേഴ്സ് ഇൻ ദ ഫോം ഓഫ് മാക്രോസോം. യൂണിവേഴ്സ് മാക്രോസോം ആയിട്ട് കാണുന്നു. ആൻഡ് വി ആർ ഇൻ ഹ്യൂമൻ ബോഡി, ദാറ്റ് ഈസ് ഇൻ മൈക്രോസോം. ഒരു ചെറിയ ലെവലിൽ ഹ്യൂമൻ ബോഡിയിൽ കാണുന്നു, അതിൻ്റെ വലിയ രീതിയിൽ യൂണിവേഴ്സ് കാണുന്നു. അല്ലെങ്കിൽ യൂണിവേഴ്സ് കാണുന്ന വലിയ രീതിയിൽ കാണുന്ന യൂണിവേഴ്സിന്റെ ചെറിയ പോർഷൻ, ചെറിയ രീതിയിൽ അത് ഹ്യൂമൻ ബോഡിയിൽ കാണുന്നു. സോ ഹ്യൂമൻ ബോഡി ആസ് വെൽ ആസ് നാച്ചർ ആർ ഇന്റർ കണക്റ്റഡ്. സോ വാട്ട് എവർ വി ആർ സീയിങ് ഇൻ ദി നാച്ചർ വി ക്യാൻ സീ ഇൻ ദ ഹ്യൂമൻ ബോഡി ആസ് വെൽ ആസ് വാട്ട് എവർ വി ആർ സീയിങ് ഇൻ ദി ഹ്യൂമൻ ബോഡി ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദി യൂണിവേഴ്സ്. സോ യൂണിവേഴ്സും അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡി തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, അത് ഇന്റർ കണക്റ്റഡ് ആണ്. സോ അത് നമുക്കറിയാം. ഇന്നും നമ്മൾ എല്ലാ വർഷങ്ങളും നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ദിനം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സൈക്ലോൺ വരുന്ന സമയത്തോ നമ്മൾ പറയും പ്രകൃതിയാണ്, പ്രകൃതിയിലുള്ള വിനാശകരമായിട്ട് സംഭവിക്കുന്ന സാധനമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ പത്രങ്ങളിലും ന്യൂസിലും ഒക്കെ വായിക്കാറുണ്ട്. പക്ഷെ ഇതാണ് അതിന്റെ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു ഇന്ത്യൻ ഫിലോസഫി എഴുതുന്ന ടൈം പീരീഡ് നിങ്ങൾ ആലോചിക്കണം. ഇന്നത്തെ പോലെ ടെലിസ്കോപ്പുകളോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയോ ഒന്നും ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള അവർ യൂസ് ചെയ്ത മെത്തേഡുകളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ബട്ട് I told you in the first class of our in Vidyanam that we are going back to the previous or past, and we should not stuck there. We should go and bring back the concept, and we have to be there in the 21st century, and we have to explore that concept, and we have to correlate that concept in the present era. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോയിട്ട് കൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി നിൽക്കാൻ പാടില്ല. അവിടുന്ന് ആ കൺസെപ്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇന്നത്തെ എറയിൽ നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ആയുർവേദത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആയുർവേദം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ സാധനമാണെങ്കിലും അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ, അതിൽ ഒരു മാറ്റവും ഇല്ലാതെ അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു ജസ്റ്റ് ഒരു വെസ്റ്റേൺ മെഡിസിൻ സിസ്റ്റത്തിൽ പറയാം, COVID-19 എന്ന് പറയുന്ന അസുഖം ആദ്യം പറഞ്ഞു ഇറ്റ്സ് നോട്ട് എ എയർ ബോൺ. അത് എയർ ബോണിലല്ല, എയറിലേക്ക് കൂടെ സ്പ്രെഡ് ആകത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു എയറിലേക്ക് കൂടെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞു എയറിലേക്ക് ചാൻസേ ഇല്ല എന്ന് പറയുന്നു. സോ ഈ ഒപ്പീനിയൻസ് മാറി മാറി വരും. അല്ലെങ്കിൽ വേറെ ഒരു സയൻസിലേക്ക് എടുക്കുന്ന സമയത്ത് മേ ബി. പക്ഷേ ആയുർവേദത്തിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. സോ അത് ഒരു വലിയ കാര്യമാണ്. ഒരു വലിയ എന്താ പറയുക, ഒരു പ്രിൻസിപ്പിൾസിൽ യാതൊരു വ്യത്യാസമില്ല, ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ബ്യൂട്ടി. സോ ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡ്സ് പോലെ പദാർത്ഥ ജ്ഞാനം എന്ന് പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് പഴയ കാര്യമല്ലേ, ഇത് പണ്ടത്തെ നൂറ്റാണ്ടിലല്ലേ. ഒരിക്കലില്ല. ആ നൂറ്റാണ്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും റെലവൻ്റ് ആണ്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോമൺ മാന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ മെത്തേഡ്സ് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ചിന്തിക്കുന്ന രീതി മാറ്റണം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു കുറച്ച് റോൾ നമ്പേഴ്സ് തന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യൂ, അവരെ കുറിച്ച് പറയൂ. അർജുൻ ആയനെ കുറിച്ചിട്ട്, ആയന കൃഷ്ണപ്രിയയെ കുറിച്ചിട്ട്, കൃഷ്ണപ്രിയ തിരിച്ച് ആയനെ കുറിച്ചിട്ട്, പിന്നെ ആർദ്ര, അങ്ങനെ അലീന, അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. മീൻസ് അവരെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ. സോ അപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പൊ അർജുൻ ആയനയെ കുറിച്ച് പറയുന്നു, അർജുൻ ആയനയെ കാണുന്നു, അർജുൻ പെർസീവബിളായിട്ട് അർജുന് കാണാൻ പറ്റുന്നില്ല, പെർസീവ് ചെയ്യാൻ പറ്റുന്ന, ഗ്രഹിക്കാൻ പറ്റുന്നതാണ് ആയന. ആയനയെ കാണുന്നു, ആയനയെ കണ്ടതിന് ശേഷം ആയനയെ മനസ്സിലാക്കുന്നു. അത് അർജുൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പരീക്ഷ. അതാണ് എക്സാമിനേഷൻ, അതാണ് പരീക്ഷ. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയാണ്.
സോ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിലബസിലെ പരീക്ഷയാണ്. ഈ സിലബസിലെ പരീക്ഷ എന്ന് പറഞ്ഞ് ആദ്യത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആയുർവേദം പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ എന്ത് സയൻസ് ആയിരുന്നു, നമ്മൾ ആദ്യം പരീക്ഷ എന്താണെന്ന് നമുക്ക് അറിയാം. കാരണം പരീക്ഷയാണ് ബേസ്, എക്സാമിനേഷനാണ് ബേസ്. നമുക്ക് നോളജ് കിട്ടണമെങ്കിൽ നമുക്ക് എക്സാമിൻ ചെയ്തേ മതിയാവും. നമുക്ക് നോളജ് കിട്ടണമെങ്കിൽ അത് എന്തിൻ്റെ നോളജ് ആയിക്കോട്ടെ നമ്മൾ എക്സാമിൻ ചെയ്തേ മതിയാവും. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അയനയും അർജുനും അല്ല അയനയും കൃഷ്ണപ്രിയയും തമ്മിൽ പറഞ്ഞു. അത് നിങ്ങൾ അയനയെ കുറിച്ചിട്ട് അയന നല്ല നല്ല കുട്ടിയാണ്, നല്ല ഹെയർസ് ഉണ്ട്, നല്ല ചൈൽഡിഷ് ആണ് എന്ന് പറയുമ്പോൾ അതൊരു നോളജാണ് അയനയെ കുറിച്ചിട്ടുള്ളത്. ആ കൃഷ്ണപ്രിയ അയനയെ നോക്കിയിട്ട് അയനയെ അസേർട്ടൻ ചെയ്തിട്ട് അയനയെ മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അല്ല, അയനയെ കുറിച്ചിട്ട് കൃഷ്ണപ്രിയക്കുള്ള അറിവാണ് ആ ഒരു കാര്യങ്ങൾ. അതെങ്ങനെയാണ് അറിവ് കിട്ടിയത്? കൃഷ്ണപ്രിയയെ നോക്കി, സെൻസ് ഓർഗൻസ് വെച്ച് കൃഷ്ണപ്രിയയെ നോക്കി, അത് പിന്നെ ഇന്റലക്ട് അല്ലെങ്കിൽ നമ്മൾ അസേർട്ടൻ ചെയ്തതിനു ശേഷം നമ്മൾ ഫൈനലായിട്ട് ഇതിലെത്തുന്നത്. സോ എല്ലാ കാര്യവും ഈ ഒരു പ്രൊസീജിയറാണ്. ഫോർ എക്സാമ്പിൾ, ഈ പെണ്ണ്, ഇതൊരു പെണ്ണാണ്. ഈ പെണ്ണ് ഇപ്പം എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്? ഞാൻ നോക്കുന്നു, എൻ്റെ കണ്ണ് വെച്ച് ഞാൻ നോക്കുന്നു, എക്സാമിൻ ചെയ്യുന്നു. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് എ പെൻ. ഫോർ വാട്ട് ദിസ് പെൻ ഈസ് യൂസിങ്? ഫോർ റൈറ്റിംഗ്. സോ അലീന വരുന്നു, അലീന നോക്കും. അപ്പോൾ അലീന, സർ ദിസ് ഇസ് എ പെൻ എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു ഫോർ വാട്ട് പർപ്പസ് യു ആർ യൂസിങ് എന്ന് ചോദിക്കുന്നു. സോ അലീന, സർ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ എന്താ പറയുക ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഓർ ഐ ആസ്ക്ഡ് വിത്ത് അർജുൻ എന്ത് പറയുന്നു? സർ ഞാനിത് തല ചൊറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. സോ എക്സാമിൻ ചെയ്യുന്നു, അതിൻ്റെ നോളജ് വ്യത്യസ്തമാകുന്നു. സോ അങ്ങനെയാണ് ഈ എക്സാമിനേഷൻ്റെ അല്ലെങ്കിൽ പരീക്ഷയുടെ ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ പരീക്ഷ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ പരീക്ഷയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷതേ യയാ ബുദ്ധ്യ സ പരീക്ഷ. പരീക്ഷതേ യയാ ബുദ്ധ്യ ദാ പകുതി യാ ബുദ്ധ്യ സ പരീക്ഷ. സോ പരീക്ഷതേ യയാ ബുദ്ധ്യ സ പരീക്ഷ. എന്താണ് പരീക്ഷ? പരീക്ഷതേ യയാ ബുദ്ധ്യ, ബുദ്ധി കൊണ്ട്. പരീക്ഷ മീൻസ് വാട്ട്? സ പരീക്ഷ മീൻസ് ദിസ് ഈസ് കോൾഡ് ആസ് പരീക്ഷ. ഇതാണ് പരീക്ഷ. നമ്മൾ പറയില്ലേ, ഇതാണ് അവസാനം പറയില്ലേ, ഇതാണ് ഇന്ത്യ എന്നൊക്കെ പറയത്തില്ലേ? 28 സംസ്ഥാനങ്ങൾ കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്ത്യ. സോ അതുപോലെ പരീക്ഷ എന്ന് വെച്ചാൽ ദിസ് ഈസ് കോൾഡ് ആസ് പരീക്ഷ. എന്താണ് പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ എക്സാമിൻ ചെയ്യുക, ബുദ്ധി വെച്ചിട്ട് ഇന്റലക്ട് വെച്ചിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് നമ്മളൊരു നോളജിനെ ഗെയിൻ ചെയ്തതാണ് നമ്മൾ പരീക്ഷ എന്ന് പറയുക. സോ നമ്മളെ ഇന്ദ്രിയങ്ങൾ വെച്ച് നമ്മളൊരു സാധനം കാണുന്നു, നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ഇന്റലക്ട് വെച്ചിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനാണ് പരീക്ഷ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ഇതൊരു പെന്നാണ്. അലീനയോട് ചോദിക്കുന്നു ഈ പെൻ എന്തിനാണ്? അലീന കണ്ണ് വെച്ചിട്ട് ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് കാണുന്നു, എക്സാമിൻ ചെയ്യുന്നു. പക്ഷെ അലീനയുടെ ബുദ്ധി പറയുന്നു ഇത് എറിയാനുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ത്രോ ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ഇത് തല ചൊറിയാനുള്ളതാണെന്ന് പറയുന്നു. സോ അത് ഇന്റലക്ട് വെച്ചിട്ട് അത് പ്രോപ്പർ ആയിട്ട് നോളജ് അല്ല. അതേസമയം ഞാൻ കൃഷ്ണപ്രിയ എടുത്ത് ചോദിക്കുന്നു, കൃഷ്ണപ്രിയ സർ ദിസ് ഇസ് എ പെൻ വി ആർ യൂസിങ് ഫോർ റൈറ്റിംഗ് ദിസ് വൺ. സോ വാട്ട് Krishnapriya is doing? Krishnapriya is seeing this object by indriyas, that means eyes, and she's ascertain with this, or she's examining with this one re-exam. First she is examining with the primary examination with the eyes and re-examination with the intellect, and she concluded that this is using for pen. That is the right knowledge. So ഇതിനെയാണ് നമ്മൾ പരീക്ഷ എന്ന് പറയാം. സോ അതിന്റെ അടിയിൽ ഞാൻ ഗംഗ എന്ന് എഴുതിച്ച് ഗംഗാധര കമന്ററി. ഗംഗാധര എന്ന് പറഞ്ഞാൽ ചരക സുശ്രുത വാഗ്ബട എന്നൊക്കെ കേട്ടില്ല, അതുപോലെ ഗംഗാധര എന്നുള്ള ഒരാൾ എഴുതിയിരിക്കുന്നതാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ശ്ലോകങ്ങൾ എഴുതുമ്പോൾ അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഒരു റെഫറൻസ് എഴുതണം. ഇനി നമ്മൾ കുറച്ചും കൂടി വേറൊരു വേറൊരു ഡെഫിനേഷൻ കൂടി നമുക്ക് പഠിക്കാം. ഒന്ന്, നമ്മൾ ഇന്റലക്ട് വെച്ചിട്ട് നത്തിങ്, പരീക്ഷ ഇസ് നത്തിങ് ബട്ട് വി ആർ എക്സാമിനിങ് ദ തിങ് വിത്ത് ഇന്റലക്ട് ഓർ ബുദ്ധി, ആൻഡ് വി ആർ റീച്ചിങ് ഇൻ ഓർ വി ആർ ഗെയിനിങ് നോളജ്, ദാറ്റ് ഈസ് പരീക്ഷ. അതാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇത്ര കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഒരു ഡെഫിനേഷനും കൂടി പഠിക്കാം.
പരീക്ഷ്യതേ വ്യവസ്ഥാപ്യതേ പരീക്ഷ്യതേ വ്യവസ്ഥാപ്യതേ വസ്തുസ്വരൂപം. വസ്തുസ്വരൂപം ഇത് മാ ആണ്. പരീക്ഷ്യതേ വ്യവസ്ഥാപ്യതേ വസ്തുസ്വരൂപം. വസ്തുസ്വരൂപം അനയ ഇതി പരീക്ഷ. ഇത് നാ ആണ്. അനയ ഇതി പരീക്ഷ. പരീക്ഷ്യതേ വ്യവസ്ഥാപ്യതേ വസ്തുസ്വരൂപം അനയ ഇതി പരീക്ഷ. സോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇത്തിരി അത്ര പെർഫെക്റ്റ് അല്ല. ഐ തിങ്ക് ഓൾ ഓഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. സോ പരീക്ഷ്യതേ, പരീക്ഷ്യതേ ക്ഷ പകുതി യാ പകുതി ത. ഈ ക്ഷ ഇല്ലേ, ഇങ്ങനെ നമ്മൾ പരീക്ഷ ക്ഷ പകുതി യാ പകുതി പരീക്ഷ ദേ വ്യവസ്ഥാപ്യതേ വാ പകുതി യാ പകുതി വ്യവസ്ഥാപ്യതേ. ഇവിടെ പാ പകുതി യാ. പരീക്ഷതേ വസ്തുസ്വരൂപം അനയ ഇതി സ പരീക്ഷ. ഇനി കുറച്ചും കൂടി ചക്രപാണിയാണ് പറയുന്നത്. ചക്രപാണി ആരാണെന്ന് ഞാൻ ഓൾറെഡി ഐ എക്സ്പ്ലെയിൻ ദാറ്റ് ചക്രപാണി ഇസ് ദ കമന്റേറ്റർ ഓഫ് ദി ചരക സംഹിത. ചക്രപാണി പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഇത്. എന്താണ് പരീക്ഷ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന പരീക്ഷ ഇസ് നത്തിങ് ബട്ട് എക്സാമിനിങ് ദ തിങ്, examining the materials or thing by using the intellect, and we are concluding in a knowledge or we are gaining a knowledge, that is nothing but പരീക്ഷ. എന്താണോ ബുദ്ധി വെച്ചിട്ട് നമ്മൾ അസർട്ടൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന നോളജ് അതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പരീക്ഷ എന്ന് പറയാ. അടുത്ത പറയുന്നത് പരീക്ഷിതേ വ്യവസ്ഥാപിതേ വസ്തുസ്വരൂപം ഇതി പരീക്ഷ. ഇതി പരീക്ഷ മീൻസ് ഇറ്റ് ഈസ് നോൺ ആസ് പരീക്ഷ. സോ ഈ വേർഡ് നമുക്ക് ഇവിടെ ഇറ്റ് ഈസ് എന്തോ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ് ഇത് പരീക്ഷ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇറ്റ് ഈസ് നോൺ ആസ് പരീക്ഷ. എന്താണ് ഇറ്റ് ഈസ് പരീക്ഷ? വസ്തുസ്വരൂപം. വസ്തു എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു വസ്തുവാണ് എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽ ആണ്, അല്ലെ ഒരു മാറ്റർ ആണ്, ഒരു തിങ് ആണ്, ഒരു വസ്തുവാണ്. വസ്തുസ്വരൂപം. സ്വരൂപം മീൻസ് വസ്തുവിന്റെ രൂപം. വസ്തുവിന്റെ രൂപം എന്ന് വെച്ചാൽ വസ്തുവിന്റെ സ്ട്രക്ചർ എന്നല്ല, വസ്തുവിനെ മൊത്തമായിട്ട്. ഒരു വസ്തുവിന് ഇപ്പൊ എന്നെ കാണുന്ന സമയത്ത് ഞാനൊരു വസ്തുവാണെങ്കിൽ വസ്തുവിന്റെ രൂപം, വസ്തുവിനെ മൊത്തമായിട്ട് നമ്മൾ അറിയാം, അല്ലെ മൊത്തമായിട്ട്. വ്യവസ്ഥാപിത. വ്യവസ്ഥാപിത മീൻസ് വെച്ചാൽ വ്യവസ്ഥ നമ്മൾ മലയാളത്തിൽ കേട്ടില്ലേ, സിസ്റ്റമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ വ്യവസ്ഥാപ്യത സിസ്റ്റമാറ്റിക് എന്ന് നമുക്കൊരു പറയാം. വ്യവസ്ഥാപിത. പരീക്ഷ മീൻസ് എക്സാമിൻ. സോ പരീക്ഷ മീൻസ് എക്സാമിൻ. വ്യവസ്ഥ മീൻസ് systematic. Vastu means material or so എന്താണ് പരീക്ഷ? നിങ്ങൾക്ക് ഇതിപ്പോ പറയാൻ പറ്റും ഈ ഒരു വേർഡ് എക്സാമിൻ, സിസ്റ്റമാറ്റിക്, മെറ്റീരിയൽ. ദാറ്റ് ഈസ് നോൺ എസ് പരീക്ഷ. എന്താണ് അപ്പൊ പരീക്ഷ എന്ന് വെച്ചാൽ പരീക്ഷ ഇസ് നത്തിങ് ബട്ട് വി ആർ എക്സാമിനിങ് എ മെറ്റീരിയൽ in systematic way and we are gaining knowledge or we are concluded in a particular thing. So പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ, അതിന്റെ രൂപത്തിനെ, അതിനെക്കുറിച്ച്, വസ്തു രൂപം എന്ന് വെച്ചാൽ സ്ട്രക്ചർ മാത്രമല്ല മൊത്തമായി ടോട്ടലി എന്ന് പറയാം. സോ അതിന്റെ യൂസസ് ഒക്കെ പെണ്ണിന്റെ പെണ്ണ് വെച്ചാൽ ഇപ്പോൾ ഒരു വൈറ്റ് കളർ ആൻഡ് ബ്ലൂ ടോപ്പ്, ഇറ്റ്സ് എ സിലിണ്ടറിക്കൽ ഷേപ്പ്, ഇറ്റ്സ് ഫോർ റൈറ്റിംഗ്. ഇത് 4 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞില്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഇങ്ക് ഉണ്ട്, ഇതിന്റെ നടുവിൽ റെഡ് ഉണ്ട്, ഇത്ര കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. പക്ഷെ ജസ്റ്റ് നോക്കുന്ന ചിലപ്പോൾ വേണം പറയാൻ ദിസ് ഇസ് എ പെൻ ഫോർ റൈറ്റിംഗ് അറിയാം. കുറച്ചും കൂടി കൂടുതലായി നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ബ്ലൂ ടോപ്പ് ഉണ്ട്, വൈറ്റ് ആണ് അടിയിൽ, ദെൻ ഇറ്റ് ഈസ് ഇതിന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഇസ് എ ബ്ലൂ തിങ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ റൈറ്റിംഗ് ആൻഡ് ഇറ്റ് സിലിണ്ടറിക്കൽ ഷേപ്പ്. അതായത് നമ്മൾ ടോട്ടലി അറിയാം ഇൻ എ സിസ്റ്റമാറ്റിക് വേ. സോ എക്സാമിനിങ് എ തിങ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ ആൻഡ് വി ആർ ഗെറ്റിംഗ് എ നോളജ് ഓർ ദാറ്റ് ഈസ് നോൺ ആസ് പരീക്ഷ. സോ ഇന്ന് ഇതാണ് നമ്മൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പരീക്ഷയെ കുറിച്ച് പഠിച്ചത്. ഒന്ന്, വി are examining a thing and by using intellect and we are getting a knowledge that is known as a pariksha. Examining a thing that is known as pariksha. So by using the intellect and we are examining a thing is known as pariksha. And one more thing is by systematic way of examining a thing is known as pariksha. അപ്പൊ ഈ രണ്ടാമത്തെ ഡെഫിനിഷനിൽ ബുദ്ധി പറയുന്നില്ല, പക്ഷെ ഇവിടെയും അർത്ഥം ബുദ്ധി ഉണ്ടെന്നാണ്. നമുക്ക് വിത്തൗട്ട് ബുദ്ധി വി കനോട്ട് ഗെറ്റ് എ റിയൽ നോളജ്. നമ്മൾ ബുദ്ധി കൊണ്ട് അസർട്ടൻ ചെയ്യാതെ, എക്സാമിൻ ചെയ്യാതെ നമുക്ക് ഒന്നും കിട്ടത്തില്ല. ഇവിടെ ബുദ്ധി മെൻഷൻ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം ഹിയർ ഓൾസോ ബുദ്ധി പ്ലേസ് എ റോൾ. ദാറ്റ് ഈസ് എക്സാമിനിങ് എ തിങ് സിസ്റ്റമാറ്റിക്കലി വിത്ത് ബുദ്ധി ഓൾസോ പരീക്ഷ. ഇവിടെ ഒരു ബുദ്ധി
നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി ടുഡേസ് ക്ലാസ്. So we can discuss further in the, or we can, if you have any doubt, we can discuss further in the our WhatsApp group. And next class we are going to study the other thing. So adile oru karyam koodi undu inna class le portions il ഈ പരീക്ഷ എന്ന് പറഞ്ഞ സാധനത്തിന് സിനോണിംസ് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് പ്രമാണം എന്ന് പറയും, ജ്ഞാനം എന്ന് പറയും, ഉപലബ്ധി എന്ന് പറയും, ഇതിന്റെ ഒരു സിനോണിമാണ്, പരീക്ഷയുടെ സിനോണിമാണ് പ്രമാണം, ജ്ഞാനം, ഉപലബ്ധി. ഉപലബ്ധി ബാ പകുതിയും ദാവാണ്, അത് ഇങ്ങനെ എഴുതാം ഉപലബ്ധി എന്ന്. സോ ഇങ്ങനെ 3 പേരുകളുണ്ട് സിനോണിംസ്. സിനോണിംസ് പ്രമാണ, ജ്ഞാന, ഉപലബ്ധി. സോ the example, the next year you'll be having the final year examination. Sometimes the examiner may be asking what is pramana, or what is upalabdhi, or what is jnana. So you can write all these definitions. ഈ പ്രമാണം എന്നുള്ള സാധനമാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ പോകുന്നത്. എൻ്റെ ടോപ്പിക് പദാർത്ഥത്തിൽ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓൾ ദ തിങ്സ് ഇസ് ദിസ് പ്രമാണ, ഇസ് നോയിങ് പ്രമാണ. പ്രമാണ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുക എല്ലാ കാര്യങ്ങളും. അല്ലെങ്കിൽ നമ്മളെ ഇന്ന് ഈ വർഷം ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ ടോപ്പിക്കും ഈ പ്രമാണം ബേസ് ചെയ്തിട്ടില്ല. സോ നമുക്കത് പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വി കൻ സ്റ്റഡി വാട്ട് ഈസ് പ്രമാണ, പ്രമാണത്തിന്റെ ഡെഫിനിഷൻസ്, പ്രമാണത്തിന്റെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു ഓൾ.